നിങ്ങളൊക്കെ അവൽ നനച്ച് കഴിച്ചിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കഴിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ടു വരുമ്പോൾ മമ്മി ഞങ്ങൾക്ക് ചില ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന ഒരു സ്നാക്കാണ് അവൽ നനച്ചത്. എൻ്റെ മമ്മി ഒരു ടീച്ചറായിരുന്നു കേട്ടോ. കുക്കിംഗ് ഒന്നുമില്ലാത്ത വെറും മിക്സിങ് മാത്രമുള്ള ഈ ഒരു 4 മണി പലഹാരം കൊച്ചു കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോയിൽ ഒരുപാട് ടിപ്സൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ പല കാര്യങ്ങളും. അതുകൊണ്ട് ഈ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണേ. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിമിഷ നേരം കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ് ഈ അവൽ നനച്ചത്. ഇത് നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ്. ആദ്യം ഏലക്കായിൽ നിന്ന് തുടങ്ങാം. ഏലക്ക ഒരു 1/4 ടീസ്പൂണ് പൊടിച്ചതാണ്. അതിന് പകരം നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു സോൾട്ട് ഒരു പിഞ്ച് അല്ലെങ്കിൽ 2 പിഞ്ച് ശർക്കര ചേർക്കുന്നുണ്ട്. അത് മധുരം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കാഷ്യൂ നട്ട്സ് ബ്രോക്കൺ അതൊരു 2 to 3 ടേബിൾ സ്പൂൺ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ. പിന്നെ പാലെടുത്ത് വെച്ചിട്ടുണ്ട്. വെച്ചിട്ട് കൂടുതൽ പാല് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മാത്രമേ ചേർക്കാവുള്ളൂ. അവൽ ഞാനെടുത്ത ഒരു 2 കപ്പാണ്. പിന്നെ ശർക്കര എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് ശർക്കരയുണ്ട്. ഗ്രേറ്റഡ് കോക്കനട്ട് ഉണ്ട്. അതൊരു 3/4 കപ്പ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എളപ്പൻ പിന്നെ ഗ്രേറ്റഡ് കോക്കനട്ടാണ്. നമ്മളത് കൂടുതലും പിന്നെ ഈ എളപ്പൻ തേങ്ങ ചേർക്കുകയാണെങ്കിൽ അതിന് മോയ്സ്ചറും കൂടുതലായിരിക്കും. നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റും കാണും. ഈ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് ശർക്കര ഉരുക്കി ചേർക്കാം കേട്ടോ. ഞാൻ ഇങ്ങനത്തെ ശർക്കര ആദ്യമാണ് ചേർക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ എൻ്റെ പിന്നെ മറ്റേ ഒരു ഉണ്ട ശർക്കര ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. അപ്പോൾ അങ്ങനെ ഉരുക്കി വേണമെങ്കിൽ ചേർക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ചേർക്കാം. അതൊരു 3-4 സ്പൂണ്. ഇത് പഞ്ചസാരയാണെങ്കിലും ശർക്കരയാണെങ്കിലും വോട്ടവർ നിങ്ങൾക്ക് കൂടുതലും മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർക്കാം. ഇനി ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് 2 കപ്പ് അവൽ നനച്ചത്. ഞാനിവിടെ വെള്ള അവലാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ഈ മട്ട അരിയുടെ അവലും എടുക്കാം. അത് ഇച്ചിരി കട്ടി കൂടുതലാണ്. വെള്ള അവലാണെങ്കിൽ അതിന് കട്ടി കുറവാണ്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കുക. അതിനകത്ത് ഇനി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് നല്ലപോലെ തിരുമ്മിയെടുക്കണം. തിരുമ്മിയെടുക്കുക എന്ന് വെച്ചാൽ ആ തേങ്ങയുടെ നനവ് കൊണ്ട് ഈ അവൽ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായി വരണം. മട്ടയരിയാണെങ്കിൽ ഇച്ചിരി കട്ടിയായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പാൽ ആഡ് ചെയ്യാവുന്നതാണ്. അവൽ നനച്ചത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ ഒന്ന് ഞെരടി എടുക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് ഇത് സോഫ്റ്റ് ആവും. നിങ്ങളുടെ അവൽ ഇച്ചിരി ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്പൂൺ പാല് വെച്ച് കുറച്ച് ഒഴിച്ച് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ചൂടുവെള്ളം ഒഴിക്കാവുന്നതാണ്. പാലിന് പകരം നമുക്ക് വേണമെങ്കിൽ പിന്നെ കോക്കനട്ട് മിൽക്ക് തേങ്ങാപ്പാലും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. ഇതൊന്നും ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചേർക്കുക ചെറുതായിട്ട്. അതും 1-2 സ്പൂൺ മാത്രം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഇനി അടുത്തത് നമുക്ക് ജാഗറി ചേർക്കണം. പിന്നെ അതുപോലെ തന്നെ പിന്നെ കാഷ്യൂ നട്ട് അങ്ങനത്തെ ഏലക്ക ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ അത് നോക്കുകയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ശർക്കര ചേർക്കാം. ഒന്നി ഉരുകിയ ശർക്കരയും ചേർക്കാം, അല്ലെങ്കിൽ ഷുഗർ ചേർക്കാം. നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കാണുന്നതെന്ന് വെച്ചാൽ ഒന്ന് അറിയിക്കണേ. ഏത് സ്ഥലത്തിരുന്നാണ് കാണുന്നതെന്ന് വെച്ചാൽ. ഇതിന് ഏലക്കാപ്പൊടി ഇട്ടു. പിന്നെ നമ്മൾ കാഷ്യൂ നട്ടാണ് ഇടുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് കാഷ്യൂ നട്ട് എടുത്തേക്കുന്നത്. അതൊന്ന് പൊട്ടിച്ച് അങ്ങ് ഇട്ടേക്കണം. പിന്നെ ഇതൊന്ന് നമ്മൾ സ്പൂണ് കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടെ ഒന്ന് ചേർത്തിട്ട് പിന്നെ എനിക്ക് തോന്നി ഇച്ചിരി പാലിൻ്റെ കൂടെ ആവശ്യമുണ്ടെന്ന്. അപ്പം ഞാനൊരു ശകലം പാൽ, എനിക്കിതൊന്ന് 1 ടേബിൾ സ്പൂണൊക്കെ ഇട്ടിട്ടുള്ളൂ. അതും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്യാം.
അപ്പോൾ ഇതിവിടെ അവൽ നനച്ചത് റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സീന സൈനിങ് ഓഫ്. Thanks for watching. See you in the next video. Bye bye.